ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് രാത്രിയാണ്. ഇതിപ്പം സമയം ഒരു 7:30 ആയി. ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ചെറിയ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അത് നമ്മളുടെ സ്വന്തം ജിയോന കുട്ടി. ജിയോനയും ജിയോനയുടെ മമ്മിയായിരുന്നു വീട്ടിലേക്ക് വന്നത്. ആദ്യമേ ജിയോന വന്നപ്പോഴത്തേക്ക് ഭയങ്കര എന്താ പറയുന്നത്, ഇങ്ങനെ ചിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞൊക്കെ അവൾ പിന്നെ ഞങ്ങളുടെ കൂടെയൊക്കെ കംഫർട്ടായി. അത് കഴിയുമ്പോൾ പിന്നെ എൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. പിന്നെ അവൾ ചിരിക്കാനൊക്കെ തുടങ്ങി. ഞാൻ ഐസ്ക്രീമൊക്കെ മേടിച്ച് തരാനൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൾ ഓൾറെഡി ഭയങ്കര ലേറ്റായിട്ടാണ് വന്നത്. ഇനി വേണോ? മതിയോ? നമ്മളിപ്പോൾ ജിയോനായി കൊണ്ട് ഐസ്ക്രീം മേടിക്കാനാണ് വന്നേക്കുന്നത്. ജിയോനായ്ക്ക് ഐസ്ക്രീം ഇഷ്ടപ്പെട്ടോ? ഇനി വേണോ? മതിയോ? ഏതാ ആദ്യം കഴിക്കണേ? ഇതോ പൊട്ടിച്ചോ? പൊട്ടിച്ചു കൊടുക്ക്. ലോലിപോപ്പ് ആണോ ഇഷ്ടം? ഐസ്ക്രീം പക്ഷേ പെട്ടെന്ന് കഴിക്കണം കേട്ടോ. ഐസ്ക്രീം അല്ലെങ്കിൽ മെൽറ്റായി പോവേ കേട്ടോ. അപ്പോൾ ജിയോനയും ജിയോനയുടെ മമ്മിയും ഇപ്പം പോയതേ ഉള്ളൂ. അവരൊരു ആവശ്യത്തിൽ വന്നതായിരുന്നേ. അപ്പം അവർ പോയി. ഇനിയിപ്പോൾ വേറെ ഒരു ദിവസം അവർ പിന്നെയും വരും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ജിയോനേനെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ രാത്രിയാണല്ലോ, അവർക്കും പെട്ടെന്ന് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പെട്ടെന്ന് പോയി. അപ്പം ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. രാത്രിക്ക് വേണ്ടി ഇനി കുറച്ച് ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇന്നലെ ജിയോനയും ജിയോനയുടെ മമ്മിയൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇന്നത്തെ ഇതും കൂടെ ഞാൻ ഉൾപ്പെടുത്തുവാണ്. അപ്പോഴത്തേക്ക് ഇന്നത്തെ മോർണിംഗ് തൊട്ട് ഇന്ന് ഉച്ചവരെ ഞാൻ എന്നാ ചെയ്ത അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഇന്ന് രാവിലെ എല്ലാം പാഴ്സലായിരുന്നു കേട്ടോ. മസാല ദോശ, പിന്നെ പൊറോട്ട. മസാല ദോശയുടെ പകുതി എടുത്തു, പിന്നെ ഒരു പൊറോട്ടയെ എടുത്തോളൂ കേട്ടോ. എല്ലാവരും ഞങ്ങളിങ്ങനെ വീതിച്ച് കഴിക്കുവാണ്. പ്ലേറ്റ് പോലും എടുത്തില്ല കേട്ടോ. ഈ പേപ്പറിൻ്റെ മണ്ടയിട്ടല്ല ഇന്ന് കഴിക്കാൻ പോവുക. അപ്പോൾ അത്ര പാത്രം കഴുകണ്ടല്ലോ. ഇന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഒരു ഫുൾ ചിക്കനാണ് മേടിച്ചിരിക്കുന്നത്. ഫുൾ ചിക്കനാണ് മേടിച്ചേക്കുന്നത്.
ഇത്ര മതിയോ? റിവ്യൂ പറയടി, എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ല വറുത്തരച്ച ചിക്കൻ കറിയും കപ്പ. എപ്പോഴും ഞാനല്ലേ കഴിച്ച് കാണിക്കുന്നത്, ഈ പ്രാവശ്യം നമ്മളെ ഡിയാണ് കഴിച്ച് കാണിക്കുന്നത്. സൺഡേ സ്പെഷ്യൽ. യെസ്.